ഫെറോന കൺവെൻഷൻ തിരുത്തിപ്പുറം സെന്റ് ലൂയിസ് ഹാളിൽ വെച്ച് വൈകുന്നേരം 3:30 നടന്നു. കുർബാന വിഷയത്തിൽ വൈദികരുമായി നടത്തിയ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ഫോർമുലയ്ക്കു വിരുദ്ധമായി ഇടവകകളിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സർക്കുലർ തള്ളിക്കളയുന്നു. പറവൂർ ഫെറോനയിലെ എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്ന് പറവൂർ ഫെറോന അൽമായ വൈദിക കൺവെൻഷനിൽ പ്രസ്താവിച്ച തുരുത്തിപ്പുറം സെന്റ് ലൂയിസ് ഹാളിൽ നടന്ന അൽമായ മുന്നേറ്റം കൺവെൻഷൻ അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു. ഫെറോന കൺവീനർ പ്രകാശ് പി ജോൺ അധ്യക്ഷനായി. അതിരൂപത സെക്രട്ടറി പി ജെറാർഡ് വിഷയാവതരണം നടത്തി. ഫാദർ അജി പുതിയപറമ്പിൽ, ഫാദർ ടോം മുളഞ്ചിറ, അൽമായ മുന്നേറ്റ ഭാരവാഹികളായ അഗസ്റ്റിൻ കോലഞ്ചേരി, സാജൻ വടക്കാഞ്ചേരി, ഡോക്ടർ ജിയോ ബേബി, MC പോളി, ബൈജു പൗലോസ്, സുമി കോട്ടക്കൽ, റീന നെൽസൺ എന്നിവർ സംസാരിച്ചു. ഫെറോനയിലെ 23 പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ജൂൺ 9 ഇറങ്ങിയ സർക്കുലർ. ആ സർക്കുലർ ജൂൺ 14 വിളിച്ചു കൂട്ടിയ മെത്രാന്മാരുടെ സിനഡിന് ശേഷം വരേണ്ട ഒരു സർക്കുലറായിരുന്നു. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് വഴിവിട്ട രീതിയിൽ ലീക്ക് ഔട്ട് ചെയ്യിപ്പിച്ച് 1 മണിക്കൂറിനുള്ളിൽ അത് ഒപ്പുവെക്കേണ്ടവർ ഈ ലീക്ക് ഔട്ട് ചെയ്ത സർക്കുലറിന് ഒപ്പുവെച്ച് അത് ഒറിജിനലാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിൻ്റെ വഞ്ചന, അതിലുള്ള ചതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൻ്റെ ചതിയും വഞ്ചനയും എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജൂൺ 13 അല്ലെങ്കിൽ 14 ഉള്ള ഓൺലൈൻ ആസ്ഥാനമായ സെയിന്റ് തോമസ് മൗണ്ടിലിരുന്നു കൊണ്ട് നമ്മളെ ഭരിക്കുന്നവർക്കും തെറ്റുകൾ പറ്റി എന്ന് അവർക്ക് സ്വയമേവ ബോധ്യമായി. എന്നിട്ടും അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറാകാതിരുന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും നമ്മളും സ്നേഹബുദ്ധിയ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചു, എന്തു പറ്റി? കൺവെൻഷൻ നടത്തി, അതിനേക്കാൾ മികച്ച രീതിയിൽ കുഴിപ്പള്ളിയിൽ നടത്തി, അതിനേക്കാൾ വളരെ ഗംഭീരമായിട്ട് തന്നെ നിലപാടുകളും നമ്മളുടെ ഈ ഫൊറോനയിലുള്ള ഈ അൽമായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രാർത്ഥനാശംസകൾ ഞാൻ നേരുകയാണ്. അങ്ങനെ ഒരു സാധാരണ സാഹചര്യത്തിലാണ് ധാർമ്മികതയുള്ള. എൻ്റെ പേര് ഞാൻ പറയും, എൻ്റെ പേര് അജി പുതിയപറമ്പിൽ. അച്ഛനാണല്ലേ? എവിടെയാണ്? താമരശ്ശേരി. പിന്നെ എങ്ങനെ ഇവിടെ വന്നു?